നമസ്കാരം, MSU ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫാസിസവും നാസിസവും എന്നുള്ള ഭാഗത്തെക്കുറിച്ചാണ്. അപ്പോൾ മുമ്പത്തെ ക്ലാസ്സുകൾ കേൾക്കാത്ത ആളുകളാണെങ്കിൽ ആ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കേട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി പോകുക. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളും ഇടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ കഴിഞ്ഞത് ഒന്നാം ലോക മഹായുദ്ധമാണ്. അതിൻ്റെ ബാക്കിയിട്ടാണ് ഫാസിസവും നാസിസവും എന്നുള്ളത് എടുക്കാൻ പോകുന്നത്. അപ്പം എല്ലാം നല്ല രീതിയിൽ തന്നെ ക്ലാസ് കേട്ട് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ MSU ടോക്സിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് 8 മുതൽ 10 വരെയുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഈ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് അതിലേക്ക് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് എന്താക്കാം, ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മൾ പറഞ്ഞു ഒന്നാം ലോക മഹായുദ്ധം. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം ലോക മഹായുദ്ധത്തിൽ പ്രധാനപ്പെട്ട ഒരു ബുക്കായിരുന്നു ദ ഗ്രേറ്റ് ഇല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ പറഞ്ഞ പോലെ തന്നെ ലോകത്ത് ക്ഷാമം ഉണ്ടായി. പിന്നീട് എന്തായി, ഒന്നാം ലോക മഹായുദ്ധം കാരണം എന്തായി, ലോകത്ത് വലിയ പട്ടിണി ഉണ്ടായി. ഇതെല്ലാം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായതാണ് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് എല്ലാ രാജ്യങ്ങളും എന്താക്കിയിട്ടുണ്ട്, ഈ ഒരു കെടുതി അല്ലെങ്കിൽ ഈ ഒരു ദുരാവസ്ഥ എന്താക്കിയിട്ടുണ്ട്, ദുരാനുഭവം അനുഭവിച്ചിട്ടുണ്ട്. കുറഞ്ഞ രാജ്യങ്ങൾ മാത്രമേ എന്തായിട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ എങ്കിലും പക്ഷേ ഈ ഒരു കെടുതി അല്ലെങ്കിൽ ഈ ഒരു ദുരാവസ്ഥ എല്ലാ രാജ്യങ്ങളിലേക്കും എന്തായിട്ടുണ്ടായിരുന്നു, പടർന്ന് പന്തലിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിലെന്താക്കിയിട്ടുണ്ട്, ഈ ഒരു ദുരാവസ്ഥ വന്നപ്പോഴും അവിടെ പിടിച്ചു നിന്ന രാജ്യമെന്ന് പറയുന്നത് ഏതാണ്? അത് അമേരിക്ക മാത്രമായിരുന്നു ഇതിലൊന്ന് നിലയുറപ്പിച്ച് നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഇതിൽ വല്ലാത്തൊരു ദുരാവസ്ഥ അനുഭവിച്ചു പോന്നു. പിന്നീട് അമേരിക്കയിലെ വിപണി തകരാൻ തുടങ്ങി. അമേരിക്കയിലെ വിപണി അത് വല്ലാതെ ക്ഷയിച്ച് വരാൻ തുടങ്ങി. അങ്ങനെ ക്ഷയിച്ച് തുടങ്ങിയത് അമേരിക്കയിലെ വിപണിയിലുണ്ടായ തകർച്ച അറിയപ്പെടുന്ന പേരാണ് കറുത്ത വ്യാഴം എന്ന് പറയുന്നത്. എങ്ങനെ നമ്മൾ പറഞ്ഞു, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം എല്ലാ രാജ്യങ്ങളും കെടുതി അനുഭവിച്ചപ്പോഴും അമേരിക്ക പിടിച്ചു നിന്നു. പക്ഷേ അമേരിക്കൻ വിപണി പിന്നീട് തകരാൻ തുടങ്ങി. ഈ തകർച്ച 1918 ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുകയും പിന്നീട് 1929 ആകുമ്പോഴേക്കും എന്താവുകയാണ്, അമേരിക്കയുടെ വിപണി തകരാൻ തുടങ്ങുകയാണ്. അങ്ങനെ അമേരിക്കയുടെ വിപണി തകർന്ന ആ ഒരു തകർച്ചയിൽ അറിയപ്പെടുന്നതാണ് കറുത്ത വ്യാഴം എന്ന് പറയുന്നത്. ഈ കറുത്ത വ്യാഴം നടന്നപ്പോഴാണ് 1929 ഒക്ടോബർ 24. എപ്പോൾ? 1929 ഒക്ടോബർ 24. അങ്ങനെ ഇതിനെ നമ്മൾ കറുത്ത വ്യാഴം എന്നറിയപ്പെട്ടു. നമ്മൾ ഇതുപോലെ തന്നെ രക്തരൂക്ഷിത ഞായർ അഥവാ ബ്ലഡി സൺഡേ എന്നുകൂടെ നമ്മൾ എന്താക്കിയിട്ടുണ്ടായിരുന്നു, ഒരു സംഗതിയെക്കുറിച്ച് ഒരു വിപ്ലവത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ് ആ വിപ്ലവം, ഏതാണ് ആ രക്തരൂക്ഷിത ഞായർ അല്ലെങ്കിൽ ബ്ലഡി സൺഡേ, ഏത് വർഷമാണ് എന്നുള്ളത് നിങ്ങൾ എന്താക്കുക, കമൻറ്റ് ചെയ്യുക. എങ്ങനെ രക്തരൂക്ഷിത ഞായർ അഥവാ ബ്ലഡി സൺഡേ ഏത് വിപ്ലവത്തെ സംബന്ധിച്ചാണ്, ഏത് വർഷത്താണ് എന്നുള്ളത് എന്താക്കുക, നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ കറുത്ത വ്യാഴം എന്ന് പറയുന്നത് അമേരിക്കൻ വിപണി തകരാനുണ്ടായ കാരണത്തിനാണ് കറുത്ത വ്യാഴം എന്നറിയപ്പെടുന്നത്. ഇതുണ്ടാകുന്നത് 1929 ഒക്ടോബർ 24. ഓക്കെ, ഇനി നമുക്ക് എന്താക്കാം, വേറൊരു ഭാഗത്തേക്ക് വരാം. വേറൊരു ഭാഗം എന്ന് പറയുന്നത് അവിടെ എന്താണ്, ഫാസിസവും നാസിസവും. ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയിൽ നമ്മൾ പറഞ്ഞു 1918 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു. പിന്നെ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നത് ഏകദേശം 1937 കാലഘട്ടങ്ങളിലാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഏകദേശം ഒരു 10-20 വർഷക്കാലം ഡ്യൂറേഷൻ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഉണ്ടായ സംഭവങ്ങൾ, ഈ ഒരു കാലഘട്ടമാണ് ഫാസിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും കാലഘട്ടമാണ് ഈ ഒരിടയിൽ ഉണ്ടായത്. അപ്പം ഈ ഫാസിസം എന്ന് പറയുന്നത് എവിടെയാണ് രൂപം കൊള്ളുന്നത്? നമ്മൾ പറഞ്ഞു ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയിലുണ്ടായ കാലഘട്ടമാണ് ഫാസിസം അല്ലെങ്കിൽ നാസിസം എന്ന് പറയുന്നത്. ഈ ഫാസിസം രൂപം കൊള്ളുന്നത് എവിടെയാണ്? അത് ഇറ്റലിയിലാണ്. എവിടെയാണ് രൂപം കൊള്ളുന്നത്? ഇറ്റലിയിലാണ് രൂപം കൊള്ളുന്നത്. ഈ ഫാസിസത്തിൻ്റെ ഉപജ്ഞാതാവ്, ഫാസിസം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കിയത് ആരാണ്? അത് ബെനിറ്റോ മുസോളിനി. ആരാണ്? ബെനിറ്റോ മുസോളിനിയാണ് ഫാസിസത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞു.
ഫാസിസം രൂപം കൊള്ളുന്നത് എവിടെയാണ്? അത് ഇറ്റലിയിലാണ്. ഫാസിസം നാസിസം എന്ന് പറയുന്ന കാലഘട്ടം ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെയും ഇടയിലുള്ള കാലഘട്ടമാണെന്നും പറഞ്ഞു. ഓക്കെ, ഈ ഫാസിസത്തിൻ്റെ ഏത് പതിപ്പാണ് നാസിസം എന്ന് പറയുന്നത്? അത് ജർമ്മൻ പതിപ്പാണ്. നമ്മൾ ഫാസിസം നാസിസം എന്ന് പറയുമ്പോൾ ഫാസിസം എന്ന് പറയുന്നത് ഇറ്റലിയിലാണ്, എന്നാൽ നാസിസം എന്ന് പറയുന്നത് ജർമ്മനിയിലാണ്. എവിടെയാണ്? ജർമ്മനിയിലാണ്. ഇത് അഡോൾഫ് ഹിറ്റ്ലറാണ് നാസിസത്തിൻ്റെ ഉപജ്ഞാതാവ്. ഫാസിസവും നാസിസവും ഒരേ സംഗതിയാണ്. ഇറ്റലിയിലുള്ളത് ഫാസിസം, ബെനിറ്റോ മുസോളിനിയുടേത്. എന്നാൽ ജർമ്മനിയിലുള്ളത് നാസിസം, അത് അഡോൾഫ് ഹിറ്റ്ലറുടേത്. ഈ ഫാസിസം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ മഴുവും. ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ മഴുവും എന്നുള്ള അർത്ഥമാണ് ഫാസിസത്തിൻ്റെ. ഇത് പഴയ റോമ സാമ്രാജ്യത്തിൻ്റെ അടയാളമായിരുന്നു. ഒരു കെട്ട് ദണ്ട് അതിനു മുകളിൽ ഒരു മഴുവൊക്കെ ഉണ്ടാകുന്ന ഒരു ചിഹ്നം എന്ന് പറയുന്നത് പഴയ റോമ സാമ്രാജ്യത്തിൻ്റെ ഒരടയാളമായിരുന്നു. ഈ ഫാസിസം എന്നുള്ള വാക്ക് തന്നെ ലാറ്റിൻ പദത്തിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. ഫാസിസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഫാസിസം എന്ന് രൂപം കൊള്ളുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചിഹ്നം അല്ലെങ്കിൽ ഈ ഒരു അർത്ഥത്തിലുള്ള വേർഡ് തന്നെ കണ്ടെത്തി, ലാറ്റിൻ ഭാഷയിൽ കണ്ടെത്തി. ഇതിൻ്റെ ഈ ഒരു അർത്ഥം കണ്ടെത്തുന്ന റോമ സാമ്രാജ്യത്തിൻ്റെ അടയാളം എന്നുള്ള രീതിയിൽ, റോമാ സാമ്രാജ്യം നമ്മൾ മുമ്പേ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ അടയാളം എന്നുള്ള രീതിയിലായിരുന്നു ഇതിൻ്റെ ഫാസിസം എന്ന് പേരിട്ട് വിളിക്കാൻ കാരണം. ആര്? ബെനിറ്റോ മുസോളിനി. ഇതെവിടെയാണ് ഇതാക്കിയത്? ഇറ്റലിയിലാണ്. അതിൻ്റെ ജർമ്മൻ പതിപ്പാണ് നാസിസം. അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് അഡോൾഫ് ഹിറ്റ്ലറാണ്. ഓക്കെ, നോക്കേ, ഇവിടെ എന്താണ് ഫാസിസം? ഫാസിസത്തെ നമുക്ക് ഒരൊറ്റ രീതിയിൽ ഒരു നിർവചനത്തിലൂടെ കൂടെ എന്താക്കാൻ കഴിയില്ല, ഒതുക്കി തീർക്കാൻ കഴിയില്ല. അപ്പോൾ എന്താണ് ഫാസിസം എന്ന് പറഞ്ഞാൽ? അത് ജനാധിപത്യത്തോടുള്ള എതിർപ്പാണ്, വിദ്വേഷമാണ്, വിരോധമാണ്. ജനാധിപത്യത്തോടുള്ള അല്ലെങ്കിൽ സൈനിക സ്വേച്ഛാധിപത്യത്തോടുള്ള ആരാധനയാണ്. സൈനിക സ്വേച്ഛാധിപത്യത്തോടെയുള്ള ആരാധനയാണ്. അല്ലെങ്കിൽ യുദ്ധത്തെ എന്താക്കുന്നു? വൽക്കരിക്കുന്നു. ആര്? ഈ ഫാസിസം യുദ്ധത്തെ വൽക്കരിക്കുന്നു. എങ്ങനെയൊക്കെ? ജനാധിപത്യത്തോടുള്ള വിരോധം, സൈനിക സ്വേച്ഛാധിപത്യത്തോടുള്ള ആരാധന, യുദ്ധത്തെ വൽക്കരിക്കുന്നു. പിന്നെ നോക്കിയേ, സോഷ്യലിസ്റ്റിനോടുള്ള വിരോധം. ഈ സോഷ്യലിസ്റ്റ് സംഘടനകൾ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ആളുകളോടുള്ള വിരോധമായിരുന്നു ആര്? ഫാസിസം. ബെനിറ്റോ മുസോളിനി എന്താക്കിയത്? മുൻനിർത്തി കൊണ്ടുവന്നത്. അവർക്ക് യുദ്ധമെന്ന് പറയുന്നത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പോലെ രക്തം കൊണ്ടുള്ള യുദ്ധം വളരെ ഇഷ്ടപ്പെട്ടു. അതിനെ മഹത്വവൽക്കരിക്കുന്ന ആളുകളായിരുന്നു. അതുപോലെ തന്നെ രാഷ്ട്രമഹത്വം മുറുകെ പിടിക്കുക, അതുപോലെ രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് ഫാസിസം എന്നറിയപ്പെടുന്നത്. ഏതൊക്കെ? ജനാധിപത്യത്തോടുള്ള വിരോധം, സൈന്യ സ്വേച്ഛാധിപത്യത്തോടുള്ള ആരാധന, യുദ്ധത്തോട് മഹത്വവൽക്കരിക്കുന്നത്, സോഷ്യലിസ്റ്റിനോടുള്ള വിരോധം, രാഷ്ട്രമഹത്വം മുറുകെ പിടിക്കുന്നത്, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഫാസിസം എന്ന് പറയുന്നത്. അല്ലാതെ ഫാസിസത്തെ ഒരൊറ്റ നിർവചനത്തിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഇവരുടെ ഒരു ഫാസിസം എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിന് ഇവർ ഈ ഒരു രീതിയിലായിരുന്നു മുൻനിർത്തി, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലായിരുന്നു ഒതുക്കി മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഫാസിസം എന്ന് പറയുന്നത് പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച മാർഗങ്ങൾ ഏതൊക്കെയാണ്? അത് വിദ്യാഭ്യാസം, കല, സാഹിത്യം. ഏറ്റവും കൂടുതൽ ഒരു സംഗതി മറ്റുള്ള ആളുകളിലേക്ക് പ്രചരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള മാർഗങ്ങളായിരുന്നു ഏത്? ഒന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. മറ്റൊന്ന് അക്കാലഘട്ടത്തിൽ കല. ഇപ്പോഴും നമ്മൾ ആർട്ട് മേഖലയിലൂടെ എന്ത് പ്രചരിപ്പിച്ചാലും പെട്ടെന്ന് മനുഷ്യന് മനസ്സിലേക്ക് ഇൻഫ്ലുവൻസ് ആവും. അതായത് ഒരാളുടെ മനസ്സിൽ പെട്ടെന്ന് അത് കടന്നു ചെല്ലും. അതുപോലെ സാഹിത്യം. ഇതെല്ലാം എന്താക്കി? ഫാസിസം പ്രചരിപ്പിക്കാൻ ബെനിറ്റോ മുസോളിനി എന്താക്കി? ഉപയോഗിച്ച മാർഗങ്ങളായിരുന്നു. ഈ ബെനിറ്റോ മുസോളിനി എന്താക്കി? ഇറ്റലിയിൽ ഒരു അർദ്ധ സൈന്യം സ്ഥാപിച്ചു. സ്ഥാപിച്ചു. അതിൻ്റെ പേരാണ് കരിങ്കുപ്പായക്കാർ. ആര്? കരിങ്കുപ്പായക്കാർ. ഇവർക്ക് ഫാസിസ്റ്റ് സ്വഭാവമായിരുന്നു. അഥവാ ഇവർ യുദ്ധം ചെയ്യണമെന്നുള്ള മനോഭാവത്തോടു കൂടെ തന്നെയുള്ള ഒരു അർദ്ധ സൈന്യമായിരുന്നു. ഇത് ആരാണ് ഉണ്ടാക്കുന്നത്? കരിങ്കുപ്പായക്കാർ എന്ന് പറയുന്ന അർദ്ധ സൈന്യം. അത് ഉണ്ടാക്കുന്നത് ബെനിറ്റോ മുസോളിനിയാണ്. എവിടെയാണ് സ്ഥാപിച്ചത്? ഇറ്റലിയിലാണ്. അങ്ങനെ മുസോളിനി ഇങ്ങനെയുള്ള നയങ്ങളൊക്കെ ഫാസിസത്തിലൂടെ കൊണ്ടുവരുന്നപ്പോൾ മുസോളിനി എന്താക്കി? നമ്മൾ ആദ്യം പറഞ്ഞു സോഷ്യലിസ്റ്റിനോടുള്ള വിരോധം ആർക്കുണ്ട്? മുസോളിനിക്കുണ്ട്. ഈ ബെനിറ്റോ മുസോളിനി സോഷ്യലിസ്റ്റിലെ
നേതാവ് ആയ ഗിയാകാമോ മെറ്റിയോടി എന്താക്കി തുറന്നു എതിർത്തു. അഥവാ ഗിയാകാമോ മെറ്റിയോടി എന്താക്കി അദ്ദേഹം ബെനിറ്റോ മുസോളിനിയെ നല്ല രീതിയിൽ മുൻനിന്ന് എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു ജനാധിപത്യത്തോടുള്ള വെറുപ്പും വിദ്വേഷത്തോടു കൂടെ ഇവിടെ ഭരിച്ചാൽ, ഏകാധിപത്യപരമായിട്ട് ഭരിച്ചാൽ നമ്മുടെ രാജ്യത്തിന് തന്നെ അതൊരു ദോഷമായി തീരുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഗിയാകാമോ മെറ്റിയോടി എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് നേതാവ് മുസോളിനിയെ തുറന്ന് എതിർത്തത്. ഇദ്ദേഹത്തിൻ്റെ ഫാസിസ്റ്റ് എതിർത്ത കാരണത്താൽ എന്താക്കി ഇറ്റലിയിൽ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. ഗിയാകാമോ മെറ്റിയോടി കൊല്ലപ്പെട്ടത് എവിടെയാണ്? ഇറ്റലിയിൽ വെച്ചിട്ട് തന്നെയാണ്. അദ്ദേഹം ഈ ഫാസിസ്റ്റിന് എതിരെ അല്ലെങ്കിൽ ഈ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ അല്ലെങ്കിൽ ബെനിറ്റോ മുസോളിനിക്കെതിരെ എന്താക്കി എതിർത്ത് സംസാരിച്ച കാരണത്താൽ അദ്ദേഹത്തെ എന്താക്കി വധിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മുസോളിനി പറഞ്ഞ ഒരു വേർഡ് വല്ലാത്തൊരു വേർഡാണ്. അതായത് മുസോളിനി പറയുന്നത് യുദ്ധത്തിന് എത്രത്തോളം അവർ മഹത്വവൽക്കരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവായിരുന്നു മുസോളിനിയുടെ ഈ വാക്ക്. ഏതാ? സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് പുരുഷന് യുദ്ധം. സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് പുരുഷന് യുദ്ധം. ഇത് നമുക്ക് ഈ ഒരു വേർഡിൽ നിന്ന് സ്ത്രീക്ക് മാതൃത്വം എന്ന് പറയുന്നത് എത്രത്തോളം വിലപ്പെട്ടതാണ് അല്ലെങ്കിൽ എത്രത്തോളം വാല്യൂബിൾ ആണെന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്ന സംഗതികളാണ്. അപ്പോൾ ഇത് എത്രത്തോളം മുസോളിനി പറയാണ്, ഈ സ്ത്രീക്ക് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഈ മാതൃത്വത്തിലുണ്ടെങ്കിൽ പുരുഷനും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് യുദ്ധത്തിലുണ്ട് എന്നാണ് മുസോളിനി അവിടെ പറയുന്നത്. അപ്പോൾ ഇവർ യുദ്ധത്തെ എത്രത്തോളം മഹത്വവൽക്കരിക്കുന്നു അല്ലെങ്കിൽ യുദ്ധത്തിന് എത്രത്തോളം ഇവർ നല്ല രീതിയിൽ കാണുന്നു അല്ലെങ്കിൽ യുദ്ധത്തിന് എത്രത്തോളം ഇവർ പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളതിനൊക്കെ ഒരു വലിയ ഒരു ഉദാഹരണമാണ് മുസോളിനിയുടെ ഈ ഒരൊറ്റ വാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത് മുഴുവനും ഫാസിസത്തെ കുറിച്ചാണ്. ഫാസിസം എപ്പോഴാണ് 1929 കറുത്ത വ്യാഴം എന്ന് പറയുന്ന അമേരിക്കൻ വിപണി തകർച്ചയുണ്ടായ സംഭവം ഉണ്ടായി. അതിനുശേഷം ഈ 1919 ഒന്നാം ലോക മഹായുദ്ധത്തിനും 1937 കാലഘട്ടത്തിൽ നടന്ന രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയിലുണ്ടായ കാലഘട്ടമായിരുന്നു ഫാസിസം അല്ലെങ്കിൽ നാസിസം എന്ന് പറയുന്നത്. ഫാസിസം എന്ന് പറയുന്നത് ഇറ്റലിയിലാണ് രൂപം കൊള്ളുന്നത്. ഈ രൂപം കൊള്ളുന്നത് ബെനിറ്റോ മുസോളിനിയാണ്. അതുപോലെ തന്നെ ഫാസിസത്തിൻ്റെ ജർമ്മൻ പതിപ്പാണ് നാസിസം. അഡോൾഫ് ഹിറ്റ്ലർ ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. പിന്നെ എന്താണ് ഫാസിസം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി കേൾക്കുക. ഇതിൻ്റെ ബാക്കി പോർഷനാണ് നാളെ എടുക്കുക. ഇതിൻ്റെ തുടർച്ചയായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലാകാത്തവർ നാളത്തെ ക്ലാസ് കേൾക്കും, അതും മനസ്സിലാവില്ല. അപ്പോൾ ഈ ക്ലാസ് മനസ്സിലായില്ലെങ്കിൽ 2-3 പ്രാവശ്യം കേൾക്കുക. എന്ത് കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിലും അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ MSVU ടോക്സ് എന്ന് പറയുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ലൈക്കും ഷെയറുമാണ് ഇനി അടുത്ത വീഡിയോ ഇടാനും അടുത്ത ക്ലാസ് എടുക്കാനും ഞങ്ങൾക്ക് ഓരോ മോട്ടിവേഷനും അതുപോലെ സപ്പോർട്ടിംഗ് ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു ദിനം ആശംസിച്ച് നല്ല രീതിയിൽ എല്ലാ മത്സര പരീക്ഷകളും നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.